മനുഷ്യകുലത്തെ ഭരിക്കാൻ അനുവദിക്കരുതെന്ന് ശക്തമായ മുന്നറിയിപ്പുമായി ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് പുറത്തിറങ്ങി. എഐയെ നിരായുധീകരിക്കണമെന്നും നിരായുധീകരിക്കുക എന്നാൽ ആ സാങ്കേതിക വിദ്യയെ നിരാകരിക്കുകയില്ല, മറിച്ച് അത് മനുഷ്യകുലത്തെ ഭരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനത്തിൽ പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ മനുഷ്യ വ്യക്തിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് എന്ന ഉപശീർഷകത്തോടെയുള്ള ഈ ചാക്രിക ലേഖനം ഏതാനും വൻ ശക്തികളുടെയും കോർപ്പറേറ്റുകളുടെയും കൈകളിൽ എഐ കേന്ദ്രീകരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ കാലഘട്ടത്തിനുള്ള ശക്തമായ ദൂതാണ്. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിൽ നാഴികക്കല്ലായ ലിയോ 13 മാർപ്പാപ്പയുടെ റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ 135 വാർഷികത്തോടനുബന്ധിച്ച് മെയ് 15 പാപ്പ ഇത് ഒപ്പുവെച്ചത്. 5 അധ്യായങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ചാക്രിക ലേഖനത്തിൽ സാങ്കേതികവിദ്യ മനുഷ്യനെതിരല്ലെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സാങ്കേതികവിദ്യ ഒരിക്കലും നിഷ്പക്ഷമല്ല. അത് നിർമ്മിക്കുന്നവരുടെയും അതിന് പണം മുടക്കുന്നവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ സ്വഭാവം നിശ്ചയിക്കപ്പെടുന്നത്. പുതിയൊരു ബാബേൽ ഗോപുരം പണിത് മനുഷ്യൻ തകർച്ചയിലേക്ക് പോകണോ, അതോ ദൈവവും മനുഷ്യനും ഒരുമിച്ച് വസിക്കുന്ന നഗരം പണിയണോ എന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് ഇന്ന് ലോകമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ആവശ്യമായ അപൂർവ ധാതുക്കൾ ഖനനം ചെയ്യുന്ന ദരിദ്ര രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ ചൂഷണത്തെ പുതിയ രൂപത്തിലുള്ള അടിമത്തം എന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്നതിനെയും കടുത്ത ഭാഷയിൽ മാർപ്പാപ്പ വിമർശിക്കുന്നുണ്ട്. യുദ്ധത്തെ ധാർമ്മികമായി ന്യായീകരിക്കാൻ ഒരു അൽഗോരിതത്തിനും സാധിക്കില്ല. സാങ്കേതിക വിദ്യ മനുഷ്യന് മുകളിലല്ല, മറിച്ച് മനുഷ്യനെ സഹായിക്കാനായിരിക്കാനാണ് രൂപകൽപ്പന ചെയ്യേണ്ടത്. വികസനത്തിന്റെ അളവുകോൽ GDP മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ ക്ഷേമം കൂടെയാണെന്ന് പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. മനുഷ്യ നിർമ്മിക്കുന്ന നിർമ്മിത ബുദ്ധിക്ക് ഒരിക്കലും മനസാക്ഷിക്കോ കാരുണ്യത്തിനോ ആത്മീയതയ്ക്കോ പകരമാകാൻ സാധിക്കില്ലെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം നൽകുന്നത്. Magnifica Humanitas was born from listening, like Leo XIII did. I've listened to scientists and engineers who work with sincere enthusiasm on technologies capable of alleviating immense suffering, to political leaders and public officials who have perseveringly sought just rules, to parents and teachers who are deeply concerned for the future of younger generations. Other very troubling voices have also reached me about increasingly autonomous weapons systems, practically beyond any human reach to govern them effectively. I hear very troubling accounts of algorithms that can block access to healthcare, employment, and security on the basis of data tainted by prejudice and injustice. മനുഷ്യൻ നിർമ്മിക്കുന്ന നിർമ്മിത ബുദ്ധിക്ക് ഒരിക്കലും മനസാക്ഷിക്കോ കാരുണ്യത്തിനോ ആത്മീയതയ്ക്കോ പകരമാകാൻ സാധിക്കില്ലെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം നൽകുന്നത്. പാപ്പയോടും മറ്റ് സഭാ നേതാക്കൾക്കുമൊപ്പം ആന്ത്രോപിക് സഹസ്ഥാപകനും നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണ മേധാവിയുമായ ക്രിസ്റ്റഫർ ഒലയും ചടങ്ങിൽ പങ്കെടുത്തു. It is through dialogue and mutual effort, through the push and pull, that humanity will achieve great things. That is what I see in Magnifica Humanitas. And it is why I am grateful to His Holiness and to the Church for taking up this work of discernment. We dwell so often on what divides us, but humanity, full of dignity and conscience, has so much common ground. In conversations we at Anthropic have had with faith leaders and cultural leaders, we have found one shared and deeply held conviction. If this technology is coming, it must go well for our common home and for the children to come.